രാജ്യത്തെ മികച്ച ശാസ്ത്രജ്ഞന്മാരിൽ ഒരാളായ പ്രൊഫസർ വി കാമകോടിയെ പ്രിയങ്ക ഗാന്ധി വിശേഷിപ്പിച്ചത് ഗോമൂത്ര ശാസ്ത്രജ്ഞൻ, ആ. ഗോമൂത്ര വിദഗ്ധൻ എന്ന രീതിയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പ്രിയങ്ക അത്തരത്തിൽ ഒരു അങ്ങനെ ഒരു വിശേഷണം ഇയാൾക്ക് നൽകിയത്? കാരണം പ്രിയങ്ക ഗാന്ധിക്ക് ബോധവും വിവരവും ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. യാതൊരു ബോധവുമില്ല, അടിസ്ഥാനപരമായിട്ട് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ്, മന്ദബുദ്ധി തരം തലച്ചോറിലുള്ളത് കൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി അങ്ങനെ വിളിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ്? അവരുടെ യോഗ്യത എന്ന് പറയുന്നത് ബി എ, ഒരു സൈക്കോളജിയിൽ ബി എ എടുത്തിരിക്കുന്നു, MA ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൽ. അവരെങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ വന്നത്? ഏതെങ്കിലും ബഹുജന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി സമൂഹത്തിൽ വലിയ മാറ്റം വരുത്താനുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി, നിരന്തരമായി യുവാക്കൾക്കിടയിൽ പ്രവർത്തിച്ച്, അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്ത്, സമരം നയിച്ച്, അടിസ്ഥാന ഒരു കമ്മിറ്റിയിൽ വന്ന്, അവിടെ നിന്ന് ഉയർന്ന് തൊട്ടടുത്ത ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്ന്, അവിടെ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്ന്, അങ്ങനെ ദേശീയ കമ്മിറ്റിയിലേക്ക് വന്ന്, ഇത്രയും കാലം ജീവിതത്തിൻ്റെ തുടക്കം മുതൽ ഇപ്പോൾ വരെയുള്ള ഘട്ടം വരെയും നിരന്തരമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും അവകാശ പോരാട്ടങ്ങളും ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതിൻ്റെ അല്ലല്ലോ. ഒരു കുടുംബത്തിൽ ജനിച്ചു, നെഹ്റു കുടുംബത്തിൽ ജനിച്ചു. നെഹ്റുവിൽ ഫിറോസ് ഗണ്ഡിയുടെ ഭാര്യ ഇന്ദിരാഗണ്ഡിയുടെ മകൻ്റെ മകളായതുകൊണ്ട് രാഷ്ട്രീയത്തിൽ വന്നു, അതല്ലേ? അങ്ങനെ MP ആയതല്ലേ? അല്ലാതെ ഇവർ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടം എന്താണ്? ഇവർ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തിയോ? എന്തെങ്കിലും ഒരു ചെറിയ ഒരു മൊട്ടസൂചിയുടെ സംഭാവനയെങ്കിലും ഈ സ്ത്രീ ചെയ്തിട്ടുണ്ടോ? പക്ഷേ പ്രൊഫസർ വി കാമകോടി ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പ്രൊഫസർ വി കാമകോടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ശക്തി എന്ന് പറയുന്ന പ്രോജക്റ്റിലൂടെ ശക്തി മൈക്രോ പ്രോസസ്സർ കണ്ടുപിടിച്ച ആളാണ്. RISC-V എന്ന് പറയുന്ന ആദ്യ വ്യവസായ നിലവാരത്തിലുള്ള ഇന്ത്യയുടെ തദ്ദേശീയമായി വികസിപ്പിച്ച മൈക്രോ പ്രോസസ്സർ നിർമ്മിച്ച ശാസ്ത്രജ്ഞൻ. നിസ്സാര കാര്യമല്ല. IIT മദ്രാസിൻ്റെ മേധാവി, ദേശീയ സുരക്ഷാ ഉപദേശക ബോർഡ് അംഗം. ഇപ്പം രാജ്യത്തിൻ്റെ സാങ്കേതിക മേഖലയിൽ അടക്കമുള്ള സുരക്ഷാ കാര്യങ്ങൾ കൂടി കൈകാര്യം ചെയ്യുന്ന വിദഗ്ധനാണ്. മെയ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് രാജ്യത്തിൻ്റെ മൈക്രോ പ്രോസസ്സർ വികസന പദ്ധതിയുടെ മേധാവി കൂടിയാണ് അദ്ദേഹം. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹം മെയ്റ്റി എന്ന് പറഞ്ഞ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ചുരുക്കപ്പേരാണ് മെയ്റ്റി എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ മേഖലകളുടെ വളർച്ചയ്ക്ക് വേണ്ടി നയങ്ങളും പരിപാടികളും രൂപീകരിക്കുന്നതും നടപ്പിലാക്കുന്നതും ഈ മന്ത്രാലയമാണ്. ആ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു വികസന പദ്ധതിയുടെ മേധാവിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഇത്രയും സംഭാവനകൾ ചെയ്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് 2026 നമ്മുടെ രാജ്യം സയൻസ്, എൻജിനീയറിംഗ്, സാങ്കേതികവിദ്യ, സ്വയം പര്യാപ്തത എന്നീ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് പത്മശ്രീ നൽകി ആദരിച്ചത്. അല്ല, ഇതില് ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, രാജ്യത്തെ ഒരു മികച്ച ശാസ്ത്രജ്ഞന് എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ വന്ന് ഇങ്ങനെ ഒരു കാര്യം നൽകാൻ കാരണം എന്നുള്ളത്. അതിൻ്റെ കാര്യം കൂടെ പറഞ്ഞുതരാം. അതായത് പ്രിയങ്ക ഗാന്ധി ഇദ്ദേഹത്തെ ഇങ്ങനെ കാമകോടിയുടെ ക്വാളിഫിക്കേഷൻ കൂടെ പറയാം. വി കാമകോടി അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൽ ബിരുദമെടുത്തത്. അതിനുശേഷം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൽ ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് MS-ഉം PhD സ്വന്തമാക്കിയ ആളാണ്. ചുമ്മാ നടക്കുന്ന ആളല്ല. ബാംഗ്ലൂർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ നിന്ന് ഇത്രയും വലിയ ബിരുദം കരസ്ഥമാക്കിയ, അത് ഏത് കാലത്ത് അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹം ആ കാലത്ത് അന്ന് പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടുള്ള ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് MS-ഉം PhD നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ബിരുദത്തിൻ്റെ വാലി കെട്ടിയിട്ടടിക്കാൻ അദ്ദേഹം 7 കിലോമീറ്റർ അപ്പുറത്തേക്കാണെങ്കിൽ ഇപ്പുറത്ത് നിന്ന് 10 തവണ കുളിച്ചിട്ട് വേണം പ്രിയങ്ക ഗാന്ധി അങ്ങോട്ട് ചെല്ലാനായിട്ട്. 7 കിലോമീറ്റർ പരിസരത്ത് ചെല്ലണമെങ്കിൽ. അത്രയേറെ യോഗ്യതയുള്ള, രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ മേധാവിയായിരിക്കുന്ന, വിദ്യാഭ്യാസം കൊണ്ട്, രാജ്യത്തിന് നൽകിയ സംഭാവനകൾ കൊണ്ട്, ഇതെല്ലാം കൊണ്ടാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ അത്രയും വലിയ അവാർഡിനും ഈ പറയുന്ന രാജ്യത്തിൻ്റെ ബഹുമതിക്കും ഒക്കെ അർഹയായിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അവർ പറഞ്ഞു തന്നു ഒറ്റ കാര്യമേ ഉള്ളൂ, രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കാര്യം. നീറ്റ് വിവാദങ്ങളെ തുടർന്നിട്ട് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂപീകരിച്ച ഉന്നതതല ടാസ്ക് ഫോഴ്സിലെ അംഗമാണ് പ്രൊഫസർ വി കാമകോടി. ഈ ഒരൊറ്റ കാരണം കൊണ്ട്. അതിൽ സോമനാഥ് എന്ന് പറയുന്ന നമ്മുടെ ISROയുടെ ചെയർമാനായിട്ടുള്ള മലയാളിയായിട്ടുള്ള ഡോക്ടർ സോമനാഥ് സാറും കൂടെ അംഗമാണ് എന്നുള്ളതാണ്. അങ്ങനെ മികച്ച ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സമിതി രൂപീകരിച്ച് പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. ഇവരുടെ കാലത്ത്, ഈ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു?
തീവ്രവാദി ആക്രമണം മാലപ്പടക്കം പൊട്ടുന്നത് പോലെയാണ് രാജ്യത്തിനകത്ത് ബോംബുകൾ പൊട്ടി ആൾക്കാർ മരിച്ചുകൊണ്ടിരുന്നത്. രാജ്യത്തിൻ്റെ നിർണായകമായിട്ടുള്ള നോട്ടുകളുടെ നോട്ട് പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ അച്ചുകളും അതിൻ്റെ പേപ്പർ എവിടെയൊക്കെയാണുള്ളതെന്നും ഒക്കെ ഉള്ളത് ലീക്കാവുകയും ആ സാധനങ്ങൾ വെച്ച് പാകിസ്ഥാൻ നോട്ടടിക്കുകയും ചെയ്തു. ഉള്ള കാര്യമാണ് നടന്നത്. അതിനെപ്പറ്റി വെളിപ്പെടുത്തലും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ ഇടയ്ക്ക്. അങ്ങനെ നിരന്തരമായിട്ട് രാജ്യത്തെ തളർത്തിക്കൊണ്ടിരുന്നവരാണ് ഈ പ്രസംഗിക്കുന്നതെന്ന് ആലോചിച്ചു കൊണ്ട്. ഇന്ന് അതല്ല രാജ്യത്തിൻ്റെ അവസ്ഥ. ഇന്ന് രാജ്യം ഏറ്റവും മികച്ച രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതാണ്. അങ്ങനെ ഒരു മനുഷ്യന് രാഹുൽ ഗാന്ധിക്ക്, ഈ പ്രിയങ്ക ഗാന്ധിക്ക് എന്തെങ്കിലും ബോധമുണ്ടോ? 2019 സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിരുന്നു ഇവർ ബൈപ്പോളാറാണ്, ഇവർക്ക് മാനസിക വിഭ്രാന്തിയുള്ള സ്ത്രീയാണ് എന്ന് സുബ്രഹ്മണ്യൻ സ്വാമി 2019 പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണം നേരിടുന്ന ഒരു സ്ത്രീയാണ്. ഇവർക്ക് എന്തെങ്കിലും ബോധമുണ്ടോ എന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. നമ്മുടെ രാജ്യത്തെ ശാസ്ത്രജ്ഞരുണ്ടല്ലോ, അവരോട് നമ്മുടെ സദാ ബഹുമാനവും പുലർത്തി മാത്രമേ നിൽക്കാവൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, അതിന് തീർച്ചയായിട്ടും അതില് കാരണമുണ്ട്, ഇപ്പൊ ഒരുപാട് കാരണമുണ്ട്. ഇതില് ഈ ഒരു ആക്ഷൻ ടാസ്ക് ഫോഴ്സിലേക്ക് ഈ ഒരു ശാസ്ത്രജ്ഞൻ ഉൾപ്പെട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ഇയാളെ ഉൾപ്പെടുത്തിയതിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ടുള്ള അജണ്ടകളുണ്ടോ, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യം കൊണ്ടാണോ ഈ സാധാരണ ഈ ഒരാളെ ചാണകം എന്ന് വിളിക്കുന്നത്, ഗോമൂത്രമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ഇത് ഒരു പ്രത്യേകപരമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു സംഘപരിവാർ അല്ലെങ്കിൽ BJP ഇങ്ങനെ ഒരു ചായ്വ് ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഇത് കളിയാക്കി വിളിക്കുന്നതാണ്. അത്തരത്തിലൊരു അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ അല്ല അത്തരത്തിലൊരു കളിയാക്കിയ ഒരു പരാമർശമാണ് ഈ ഗോമൂത്ര വിദഗ്ധൻ അല്ലെങ്കിൽ ഗോമൂത്ര ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. അതിന്റെ അപ്പുറത്ത് ഈ ഗോമൂത്രം എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ കൊണ്ടുവെക്കുന്നത് ഇത്തരത്തിൽ സാധാരണ കളിയാക്കി പറയുന്നതാണ്. കളിയാക്കാനുള്ള പ്രത്യേകിച്ച് ഒരു സാഹചര്യവും ഇല്ല. അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് യാതൊരു ഇതുമില്ല, രാഷ്ട്രീയ ബന്ധങ്ങളൊന്നുമില്ല. രാഷ്ട്രീയ ബന്ധമോ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ചായ്വോ ഉള്ള ആളല്ല. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് പൊളിറ്റിക്സ് അല്ല. അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ടെക്നോളജിയും കമ്പ്യൂട്ടറും എൻജിനീയറിങ്ങും ഒക്കെയാണ്. അദ്ദേഹം വിദഗ്ധനായതുകൊണ്ട്, വലിയ കഴിവുള്ള ആളായതുകൊണ്ടാണ് ഒരു ടാസ്ക് ഫോഴ്സിലേക്ക് അദ്ദേഹത്തെ എടുത്തു വെച്ചത്. നമ്മുടെ നാട്ടിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടാകുന്നു. ഇപ്പോൾ എന്താണ്, ആരോഗ്യ മേഖലയിലെ പ്രശ്നം പരിഹരിക്കുന്നു, അതിന് വേണ്ടിയിട്ട് വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏറ്റവും മികച്ച ഡോക്ടറിനെ എടുത്തിട്ട് അവിടെ പ്ലേസ് ചെയ്യും. അപ്പോൾ അയാളെ പറയുകയാണ് എന്താണ്, ചുവന്ന മണ്ടൻ എന്നെങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ത്രിവർണ്ണ അന്തം എന്നെങ്ങാനും വിളിച്ചു കഴിഞ്ഞാൽ കാര്യമുണ്ടോ? അല്ലെങ്കിൽ വിദഗ്ധനാണ്, മികച്ച ആളാണ്. ഇപ്പോൾ സംസ്ഥാനത്ത് ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമിതിയെ രൂപീകരിച്ചു. അപ്പോൾ നമ്മൾ കൊങ്ങി പ്രാന്തൻ എന്നൊരുത്തന്നെ വിളിക്കുകയാണ്, ഒരു പ്രധാനപ്പെട്ട ഡോക്ടറെ വിളിച്ചു. അങ്ങനെ വിളിക്കുകയാണെങ്കിൽ എന്ത് അസംബന്ധമായിരിക്കും അത്? അദ്ദേഹം മികച്ച ആളായതുകൊണ്ടാണ് അവിടെ നിയമിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ വേറൊരാളെ കൊണ്ട് നിയമിക്കാൻ പറ്റുമോ? ഒരു പരീക്ഷ ഒന്ന് പ്രത്യേകിച്ച് IIT, JEE എൻട്രൻസ്, നീറ്റ് അതുപോലുള്ള കാര്യങ്ങൾ, അതിലൊക്കെ അപ്പോൾ ഇത്രയും വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ നീറ്റ് എൻട്രൻസിലേക്ക് എഴുതുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഒരു IITയുടെ മേധാവി അതിൻ്റെ പരീക്ഷ എങ്ങനെയാണ് നടത്തേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് ദീർഘദർശിയായിട്ടുള്ള ഒരാളായിരിക്കുമല്ലോ IIT മേധാവിയാകുന്നത്. അത്രയും കഴിവുണ്ട്. ഈ പറഞ്ഞ ബിരുദമൊക്കെ എടുത്തിരിക്കുന്ന ആളല്ലേ, PhD ഉള്ള ആളല്ലേ, അത്രയും കഴിവുള്ള ആളെ ഒരു വിവരം. അതാണ് ഞാൻ പറഞ്ഞത്, തലയ്ക്ക് ബോധമില്ലാത്ത, സ്ഥിരതയില്ലാത്തതിൻ്റെ ലക്ഷണമാണ് ഈ കാണിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞിരുന്നതിന് തെറ്റ് പറയാൻ പറ്റും? ഇത്രയും മികച്ച ഒരു ശാസ്ത്രജ്ഞനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. എത്രത്തോളം വിവരമില്ലായ്മയാണ് പ്രിയങ്ക ഗാന്ധിയിൽ നിന്ന് ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ മനസ്സിലാകപ്പാടുള്ള, അവരുടെ മനസ്സിൽ നിന്ന് ഇത്തരം കാര്യം ഛർദ്ദിക്കുന്നതിന് കാരണം ഷർദിൽ ഇമാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ജയിലിൽ കിടപ്പുണ്ടല്ലോ, അവനൊക്കെ വേണ്ടി വാദിച്ച് ഇങ്ങനെ ആയതാണ്. ഷർദിൽ ഇമാം എന്നാണ് ഒരുത്തൻ്റെ പേര്. അപ്പോൾ രാജ്യദ്രോഹം, ഇന്ത്യയെ ടുക്കട ആക്കണമെന്ന് പറഞ്ഞവനാണ്. അതുപോലുള്ള ആൾക്കാരെ അനുകൂലിച്ച് ഇവരൊക്കെ ഈ ഗതിയിലായി പോയതാണ്. ഇവർക്ക് എന്താണ് യോഗ്യത? പ്രിയങ്ക ഗാന്ധിക്ക് എന്താ യോഗ്യത? രാഷ്ട്രീയത്തിൽ വരാനെങ്കിലും എന്തെങ്കിലും യോഗ്യതയുണ്ടോ? കുടുംബപരമായിട്ട് കിട്ടിയതല്ലേ. കുടുംബപരമായിട്ട് കിട്ടി എന്നുള്ളതിനപ്പുറത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാൻ എന്തെങ്കിലും യോഗ്യത ഈ സ്ത്രീക്കുണ്ടോ? ഒരു യോഗ്യതയില്ലല്ലോ. ഇവർ വയനാട്ടിൽ നിന്ന് ജയിച്ചു അവിടെ വർഷത്തിലൊരിക്കലെങ്കിലും വരുന്നുണ്ടോ? ഒരു തരത്തിൽ യോഗ്യതയില്ലാത്ത ഒരു സ്ത്രീ അവർ MP ആയിരിക്കുന്നു കുടുംബബലത്തിൻ്റെ പേരിൽ മാത്രം. ആ കുടുംബത്തിൻ്റെ പാരമ്പര്യമൊന്നും ഇനി പറയണ്ട. അത് മറ്റേ ധീരേന്ദ്ര ബ്രഹ്മചാരിയുടെ ഒമ്മോ മത്തായിയുടെ ഒക്കെ പുസ്തകത്തിനകത്തുണ്ട്. ആ സ്വന്തം അമ്മൂമ്മയുടെ കഥകളാണല്ലോ ഉള്ളത്. അതൊക്കെ നമ്മൾ വിളിച്ച് പറയുന്നില്ല, അത് വിളിച്ച് പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്, കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. ആ പാരമ്പര്യമുള്ളവർ വന്നിട്ട് മഹാനായ ഒരു ശാസ്ത്രജ്ഞനെ പറ്റി പറയുകയാണ്, അയാൾ ഗോമൂത്രം എന്നൊക്കെ പറഞ്ഞ് എത്ര വിവരം ബോധമുണ്ട് എന്ന് ആലോചിച്ച് നോക്കണം. സ്വബോധത്തിലാണോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് സത്യമാണോ എന്ന് ഇപ്പം നമുക്ക് സംശയം തോന്നുന്നുണ്ട്. അതിൻ്റെ അവസ്ഥ നമ്മുടെ രാജ്യത്തെ ശാസ്ത്രജ്ഞന്മാരോട് ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനത്തോടു കൂടി നമ്മൾ പെരുമാറണമെന്ന്. എന്താണെന്നറിയാമോ? അവരെന്താണ് സംഭാവന ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ISROയിലൊക്കെ ശാസ്ത്രജ്ഞന്മാർ ബഹിരാകാശത്തോട്ട് റോക്കറ്റ് വിടുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഹൃദയ വാൽവുകളില്ലേ,
അത് കംപ്ലൈൻ്റ് ആകുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെൻറ്റുകളില്ലേ, ഇതൊക്കെ നിർമ്മിക്കുന്നതിൽ പോലും വലിയ സംഭാവനകളാണ് ISRO പോലുള്ള സംവിധാനങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മളിവിടെ ഞം കഴിക്കുന്ന ആഹാരം കഴിക്കുന്നില്ലേ, പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇന്നും മൂക്കുമുട്ട വെട്ടി വിഴുങ്ങുമല്ലോ. ഈ രാജ്യത്തെ സമ്പത്ത് തന്നെയാണല്ലോ MP-ക്ക് കിട്ടുന്നുണ്ടല്ലോ. അതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? കൃത്യമായ കാലാവസ്ഥാ പ്രവചനം നടത്തിയിട്ട്, കൃത്യമായിട്ട് എങ്ങനെയാണ് ഈ രാജ്യം മുമ്പോട്ട് പോകുക എന്നുള്ള ഗവേഷണം നടത്തിയിട്ട്, അതൊക്കെ ആയിരം ശാസ്ത്രജ്ഞന്മാർ ഉറക്കമിഴിച്ചിരുന്ന് അവരവരുടെ ജീവിതം ത്യാഗപൂർണ്ണം സമർപ്പിച്ചിട്ടാണ് പുതിയ നെൽവിത്തുകൾ കണ്ടെത്തുന്നത്, പുതിയ ഗോതമ്പ് വിത്തുകൾ കണ്ടെത്തുന്നത്, നിരന്തരമായിട്ടുള്ള പഠനങ്ങൾ നടത്തുന്നത്. അവരുടെ ത്യാഗമാണെന്നേ. അവർക്ക് വിദേശത്ത് പോയി കഴിഞ്ഞാൽ ഇതിൽ നല്ല പൈസ കിട്ടില്ലേ? അവിടെ പോയിട്ട് സംഭാവന ചെയ്താൽ മതിയായിരുന്നു. സർക്കാരിൻ്റെ ശമ്പളവും വാങ്ങിച്ച് അവരിവിടെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നാടിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യുന്ന ശാസ്ത്രജ്ഞന്മാരാണ്. കാമകോടിയെപ്പോലുള്ള ഒരു മനുഷ്യന്, ഇത്രയും കഴിവുള്ള ഒരാൾ, ഒരു മൈക്രോ പ്രോസസ്സർ ഇന്ത്യക്ക് വേണ്ടി നിർമ്മിച്ച ആൾ, അയാൾ പറയുകയാണ് ഓക്കെ ഞാൻ നാസയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട്, UK-ക്ക് വേണ്ടിയിട്ട്, ഫ്രാൻസിന് വേണ്ടി വർക്ക് ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സിംഹാസനം അയച്ചു കൊടുക്കും സ്വർണ്ണത്തിൻ്റെ. എന്നിട്ട് കയറി ഇരുന്ന് അവർ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം എന്ന് പറയും. അങ്ങനെ അത്രയും വലിയൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവുകളും ഈ രാജ്യത്തിന് വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, രാഷ്ട്ര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കുമ്പോൾ, കുടുംബപ്പേരിൻ്റെ ബലത്തിൽ മാത്രം കയറി വന്നിട്ട് ഒരു സ്ത്രീ വന്നിരുന്നിട്ട് പറയുകയാണ് അവർ ഇയാൾ ഗോമൂത്രമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാമാന്യ യുക്തിയുള്ള ഒരു മനുഷ്യന് ഇവരെ പോലുള്ള ഒരാൾക്ക് ബുദ്ധിസ്ഥിരതയുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അത്തരത്തിലാണ് ഒരു ശാസ്ത്രജ്ഞനെ അധിക്ഷേപിക്കുന്നത്. ഇവർക്ക് ജനപ്രതിനിധിയായിരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. ഇവർ രാജിവെച്ചിട്ട് ഇവരൊക്കെ വല്ല പണിക്കും വിടണമെന്നേ. നല്ല മേലണിഞ്ഞുള്ള പണിയില്ലേ, അതെടുക്കാനായിട്ട് വിടണം. വല്ല വയലിലേക്കൊക്കെ പണിയെടുപ്പിക്കണം. അപ്പോഴേ മനസ്സിലാവുകയുള്ളൂ ശാസ്ത്രജ്ഞന്മാർ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈ രാജ്യത്തിൻ്റെ വികസനം സാധ്യമാക്കുന്നത്, ഈ രാജ്യത്തെ ഓരോ കർഷകനും വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. വെതർ ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത് ഈ ഉപഗ്രഹങ്ങൾ മൊത്തം വിട്ടിട്ടാണ്. ഈ ശാസ്ത്രജ്ഞന്മാർ മൈക്രോ പ്രോസസ്സറുകളും മൈക്രോ ചിപ്പുകളും ഒക്കെ കണ്ടെത്തി അതിൽ ഘടിപ്പിച്ചിട്ട് ഈ ഉപഗ്രഹങ്ങൾ പോയിട്ടാണ് ഇവിടെ നേരെ കൃഷി നടക്കുന്നത്. അതുകൊണ്ടാണ് നല്ല വിളവ് കിട്ടുന്നത്, അതുകൊണ്ടാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അതുകൊണ്ട് കർഷകർ മുതൽ ശാസ്ത്രജ്ഞൻ വരെയുള്ള ഈ രാജ്യത്തിന് വേണ്ടി നിരന്തരം പണിയെടുക്കുന്നവരോട് മനസ്സാൽ ഈ പറയുന്ന അധിക്ഷേപ വാക്കുകൾ നിങ്ങൾ മനസ്സാ സ്മരിക്കണം. അവരെ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ ഒരു താലത്തിൽ ആഹാരം കിട്ടുമല്ലോ, ഊണ് കിട്ടുമല്ലോ, ഇല്ലെങ്കിൽ ഗോതമ്പ് കിട്ടുമല്ലോ, നമുക്ക് ചപ്പാത്തി കിട്ടുമല്ലോ. അപ്പം നമ്മളൊന്ന് സ്മരിക്കണം, തൊഴണം നിന്നിട്ട്. ഈശ്വര, ഈ പറയുന്ന നമുക്ക് വേണ്ടിയിട്ട്, എനിക്ക് വേണ്ടി അധ്വാനിച്ച മുഴുവൻ കർഷകർ, അവർ മുതൽ ഈ ശാസ്ത്രജ്ഞർ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും, ഈ മനുഷ്യരാശിക്കാകെ നന്മയും ഐശ്വര്യവും നല്ല സുഖമായിട്ടുള്ള ജീവിതവും നൽകണേ. എനിക്ക് ഈ ആഹാരം അവർ തന്നല്ലോ എന്ന് സ്മരിച്ചുകൊണ്ട് വേണം പ്രിയങ്ക ഗാന്ധിയും അടക്കം നമ്മളെല്ലാവരും ചെയ്യാനായിട്ട്. ഇനി അത് ചെയ്യാൻ മനസ്സില്ല എങ്കിൽ ഇത്തരത്തിൽ നിന്ദ്യമായ വാക്കുകൾ, നീചമായ വാക്കുകൾ, സ്വന്തം മനസ്സ് ഈ പറയുന്ന, ഞാൻ പറയാറുണ്ട്, ഇത്തരം മനസ്സുള്ളവരുന്ന ആമയഞ്ചാൻ തോട്ടിൻ്റെ മലിനജലത്തേക്കാൾ വൃത്തികെട്ട മനസ്സുള്ള ഈ ആൾക്കാരുണ്ടല്ലോ, ഇത്ര അധിക്ഷേപമെങ്കിലും പറയാതിരിക്കണം. അതിനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. രാജ്യം നശിച്ചിട്ടായാലും കുഴപ്പമില്ല, ഞാൻ ഭരിക്കുന്നില്ല, എൻ്റെ കുടുംബം ഭരിക്കുന്നില്ല, അതുകൊണ്ട് ഈ രാജ്യം നശിച്ചു പോകണം എന്നുള്ള ചിന്താഗതിയെങ്കിലും ഇവർ അല്പമെങ്കിലും മാറ്റിവെക്കണമെന്നുള്ളൊരു അപേക്ഷയെ ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ, അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.